എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞു കാണും അല്ലേ? മനുജ മൈത്രി നിങ്ങളോടൊരു ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? മനസ്സിലായി. പത്രം വായിക്കുന്നവരൊക്കെ കൈ വെക്കിയിരുന്നു. എനിക്കൊന്ന് കാണാനൊന്നും കൂടി പൊക്കോ. വെരി ഗുഡ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഈ സെഷൻ്റെ പേര് ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ മീഡിയ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാലോ? നിങ്ങളിവിടെ യാസിൻ ഒമർ എന്ന് പറഞ്ഞ ആൾ നടത്തുന്ന കുളം കണ്ടിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ പോയി ആ കുളത്തിലേക്ക് ചാടുവോ? എന്തുകൊണ്ടാ? ചളി വെള്ളമാണ് അല്ലേ? വേറെ എന്തെങ്കിലും കാരണം ഉണ്ടോ? ആഴുണ്ടോന്ന് അറിയില്ല. പിന്നെ വേറെ എന്തെങ്കിലും കാരണം ഉണ്ടോ? എന്താ അറിയില്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു കാര്യത്തിലേക്ക് എടുത്ത് ചാടാതിരിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ഒരു കാര്യത്തിലേക്ക് എടുത്ത് ചാടുമ്പോൾ അതിനു മുമ്പ് നമ്മൾ അത് എന്താണെന്നൊന്ന് നോക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പം ആദ്യം ഞാൻ പറയാം, മലയാളത്തിൽ നന്നായി വായിക്കുന്ന ആൾക്കാരാരാ? വായിക്കാൻ പറ്റുന്ന ആള്, പത്രം നന്നായിട്ടൊന്നുമല്ല, വായിക്കാൻ പറ്റുന്ന ആള്. അയാൾ വരിക. ഇംഗ്ലീഷ് വേണം. ഓക്കെ. ഇത് വായിക്കാം. കോഡ് convicts 2 accused 3 in the Dabholkar murder case. After nearly 3 years of trial, a Pune court on Friday convicted 2 persons and accused 3 in the murder of activist Narendra Achyut Dabholkar. 67 social activist, writer and rationalist was shot dead on August 20, 2013 by 2 motorcycle-borne assassinates. On Omkareshwar Bridge near the Shaniwar Peth area in Pune, where he was out on a morning walk. Sessions Court Judge P.P. Jadhav pronounced the judgment sentencing the assailants Sachin and Sharad Kalashkar to life imprisonment and imposing a fine of 5 lakhs. However, Virendra Singh Taude, Vikram Bahev and Sajeev Punalekar were accused for lack of evidence. മതി. അപ്പൊ നന്നായി വായിച്ചു അല്ലേ? ഒരു കൈയ്യടി കൊടുക്കൂ. പേരെന്താണ്? ജേക്കബ് നന്നായി വായിച്ചു. ഇനി മലയാളം വായിക്കാൻ അറിയുന്ന ഒരാൾ വരിക. വാ. പേര് പറയണേ. ആദ്യം ഹെഡിങ് വായിക്കുക, പിന്നെ അത് വായിക്കുക. അരവിന്ദ് കേജ്രിവാളിന് ജാമ്യം. ജയിലിൽ നിന്ന് ഗോദയിലേക്ക്. മദ്യനയ കേസിൽ ED അറസ്റ്റ് ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ 50 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം ജാമ്യത്തിലിറങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയാകുന്ന ജൂൺ 1
1 വരെയാണ് സുപ്രീം കോടതി കേജ്രിവാളിന് ജാമ്യം അനുവദിച്ചത്. ജാമ്യ കാലയളവിൽ അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിയായ AAPക്കും ഇന്ത്യ മുന്നണിക്കും വേണ്ടി പ്രചാരണത്തിനിറങ്ങാം. ഡൽഹിയിലെ 7 ലോക്സഭാ സീറ്റുകളിലേക്ക് 25 തെരഞ്ഞെടുപ്പ്. വെരി ഗുഡ്. ഒരു കൈയോട് എടുക്കുമോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അതായത് മീഡിയയിലേക്ക് ചാടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മീഡിയയെ അറിയുന്നതിന് മുമ്പ് എന്താണ് മീഡിയ എന്നത് പരിശോധിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? അപ്പം നിങ്ങൾക്ക് അറിയാം എന്താണ് മീഡിയ എന്നുള്ളത്. ഇപ്പം നേരത്തെയൊക്കെ പറഞ്ഞു. എന്താ മീഡിയ? മീഡിയ എന്ന് പറഞ്ഞ വാക്ക് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് അറിയാം? ആർക്കെങ്കിലും അറിയാം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മീഡിയ എന്താ? മീഡിയം എന്താ? അതല്ല. മീഡിയം എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന് ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റുന്നൊരു സാധനം, അല്ലേ? അപ്പോൾ ഒരു വാർത്തയ്ക്ക്, ഒരു ഇൻഫർമേഷന് എന്ത് ചെയ്യാൻ പറ്റണം? മറ്റൊരാളിലേക്ക് പോകാൻ പറ്റുന്നതെല്ലാം എന്താണ്? മീഡിയ ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ മീഡിയ എന്തായിരിക്കും എന്നറിയോ? അതായത് നിങ്ങളുടെ അടുത്തൊരു വിവരം ഉണ്ട്, അല്ലേ? അത് നിങ്ങൾ മറ്റൊരാൾക്ക് അറിയിക്കുന്നു. അപ്പോൾ അതിന് ആദ്യത്തെ മാർഗം എന്തായിരുന്നു? ഇത് സംസാരം നേരിട്ടാണ്. സംസാരം നേരിട്ടാണ്. കത്താണ് ആദ്യത്തെ ഒരു മീഡിയ എന്ന് പറഞ്ഞാൽ, അല്ലേ? ദൂത് എന്നൊക്കെ പറയില്ലേ? അതായത് മുൻകാലങ്ങളിൽ ഒരു ഭാഗത്തുണ്ടാവുന്ന വിവരങ്ങൾ എന്ത് ചെയ്യുന്നു? കത്തിലെഴുതി അതങ്ങനെ സഞ്ചരിച്ച് മറ്റൊരു സ്ഥലത്തെത്തുന്നു, അല്ലേ? പിന്നീട് എന്തായി? അത് മെല്ലെ മാറി ഈ ടെലിഗ്രാം ആയി, അല്ലേ? കമ്പിയടിക്കുക എന്നൊക്കെ പറയില്ലേ പണ്ട്? അതാവുന്നു. പിന്നെന്തായി? ശബ്ദമായിട്ട് ഫോണായി. പിന്നെ അതിനുശേഷം പിന്നെന്തായി? അതായത് പിന്നെ പ്രിന്റ് വന്നു, അല്ലെ? അച്ചടി യന്ത്രം വന്നു. ആ അച്ചടി യന്ത്രം വന്നതിന് ശേഷം പിന്നെ എന്ത് വന്നു? അതായത് വിഷ്വൽ മീഡിയ, അല്ലേ? പിന്നെ റേഡിയോ വന്നു. ശബ്ദം അയക്കുന്ന റേഡിയോ വന്നു. അതിനുശേഷം എന്ത് വന്നു? ദൃശ്യം, അല്ലേ? വീഡിയോസ് വന്നു. ദൃശ്യം, അതായത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കാൻ പറ്റുന്ന തരത്തിലുള്ള മീഡിയ വന്നു. അങ്ങനെ ഇതൊക്കെ വന്നു. ഏറ്റവും അവസാനം വന്നിട്ടുള്ളത് എന്താ? ഇപ്പോൾ സോഷ്യൽ മീഡിയ, അല്ലേ? സോഷ്യൽ മീഡിയ എന്താണ്? ഏറ്റവും കൂടുതൽ നല്ല ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു ഏരിയയും ഏറ്റവും കൂടുതൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മീഡിയയും കൂടിയാണ്. അപ്പം നമ്മൾ ആദ്യം മുതൽ കത്തിൽ നിന്ന് തുടങ്ങി. പിന്നെ കത്തിൽ നിന്ന് കഴിഞ്ഞ് ടെലിഗ്രാം വന്നു, അല്ലേ? കമ്പിയടിക്കുക എന്നുള്ളത് വന്നു. പിന്നെ എന്ത് വന്നു? അച്ചടി യന്ത്രം വന്നു. പിന്നെ റേഡിയോ വന്നു. പിന്നെന്ത് വന്നു? വീഡിയോ വന്നു. പിന്നെന്ത് വന്നു? ഇന്റർനെറ്റ് എന്നുള്ള സങ്കേതം ഉപയോഗിച്ചിട്ട് എന്ത് വന്നു? സോഷ്യൽ മീഡിയ വന്നു. ഏതൊക്കെ ടൈപ്പ് സോഷ്യൽ മീഡിയകളുണ്ട്? ഓരോരുത്തർ പറയാ. ഉറക്കെ പറയണം. ഫേസ്ബുക്ക്, ഒരാൾ പറഞ്ഞു ഫേസ്ബുക്ക്. പിന്നെ വാട്സാപ്പ്, പിന്നെ ഇൻസ്റ്റഗ്രാം, പിന്നെ യൂട്യൂബ്, ഗൂഗിൾ. അപ്പൊ ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ടല്ലേ. ഇനി ഇതാ നമ്മളറിയാത്ത ഒരുപാട് ലിങ്ക്ഡിൻ അങ്ങനെ പോലെ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇതിൽ ആരൊക്കെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ? സ്വന്തമായ ID വെച്ച് ഉപയോഗിക്കുന്ന ആരൊക്കെയാ? സ്വന്തമായിട്ട് ID വെച്ച് ഉപയോഗിക്കുന്നുണ്ട്. വേറെ അതൊന്നും എണീറ്റിക്കുക, കൈ എന്നിട്ട് കാര്യമില്ല, എണീറ്റിക്കുക. സ്വന്തമായ അക്കൗണ്ടുള്ള അല്ലെങ്കിൽ ഫേസ്ബുക്കിലെ അക്കൗണ്ടുള്ള ആളുകൾ. ഓക്കെ, ഇരുന്നോളൂ. ഇനി അച്ഛൻ്റെ അമ്മയുടെയും ഫേസ്ബുക്ക് പിന്നെ ഒളിച്ചു കാണുന്ന ആരൊക്കെ ഉണ്ട്? ചോദിച്ചിട്ട്. വെരി ഗുഡ്. ഒളിച്ചു കാണുന്ന ഇയാളാ? ചോദിച്ചിട്ട്. ഓക്കെ. അപ്പോൾ സോഷ്യൽ മീഡിയ, അല്ലേ? അപ്പോൾ ഇതാണ് മീഡിയയുടെ ഏറ്റവും ബേസിക്കായ കുറച്ച് കാര്യങ്ങൾ. അതായത് ഇതാണ് മീഡിയ. കത്ത് മുതൽ ഇന്നുണ്ടാവുന്ന സോഷ്യൽ മീഡിയ വരെയുള്ള എല്ലാ കാര്യങ്ങളും കൂടി ചേർന്ന സംഭവമാണ് മീഡിയ. ഇനി മീഡിയ, അതായത് ഈ മീഡിയ എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ മീഡിയ എന്ന് പറഞ്ഞ ഒരു സങ്കേതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിൽ പ്രധാനമായിട്ട് ഒരാൾ വേണം. ആരാതെന്ന് അറിയാം? അത് കത്താണെങ്കിൽ എഴുതാൻ ഒരാൾ, അല്ലേ? ഒരു മാധ്യമമാണെങ്കിൽ, അതായത് ന്യൂസ് പോർട്ടലോ അല്ലെങ്കിൽ ഒരു TV ചാനലോ അല്ലെങ്കിൽ പത്രമോ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം?
ഇത് എഴുതാനും വാർത്ത ക്രിയേറ്റ് ചെയ്യാൻ അല്ലേ, വാർത്ത എഴുതാൻ റിപ്പോർട്ട് ചെയ്യാൻ, ക്രിയേറ്റ് ചെയ്യാനല്ല റിപ്പോർട്ട് ചെയ്യാൻ ഒരു ആൾ വേണം. അയാളാണ് ആര്? മാധ്യമ പ്രവർത്തകൻ. മാപ്രാന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? അതല്ല, മാധ്യമ പ്രവർത്തകൻ. അതാണ് മാധ്യമ പ്രവർത്തകൻ. ഇംഗ്ലീഷിൽ പറയും ജേർണലിസ്റ്റ് അല്ലേ? ഈ ജേർണലിസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്? റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞത് തെറ്റാണ്. എന്താണ്? ന്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. പറ്റും, ന്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ന്യൂസ് എന്ത് ചെയ്യാൻ പാടില്ല? ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റൂ. എന്താണ് റിപ്പോർട്ടിങ് അറിയോ? നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം അല്ലേ, നിങ്ങൾക്ക് ഇവിടുന്ന് അറിഞ്ഞ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു കാര്യം അറിഞ്ഞു അല്ലേ, മനൂജ മൈത്രി വന്നിട്ട് നിങ്ങളോട് പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് നിങ്ങൾ ആദ്യം ആരാന്ന് റിപ്പോർട്ട് ചെയ്യുക? അതുപോലെ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം ഒന്ന് റിപ്പോർട്ട് ചെയ്യുക ആരാ? അവിടെ കൊടുത്താൽ മതി. റിപ്പോർട്ട് ചെയ്യും. ആദ്യം പറഞ്ഞു ഇത് മീഡിയയെ കുറിച്ച് എന്താ പറഞ്ഞത്, അതൊന്ന് റിപ്പോർട്ട് ചെയ്യൂ. മനൂജ മൈത്രി പറഞ്ഞ കാര്യം ജോയൽ ഇവരോട് പറയാം. അതാണ് റിപ്പോർട്ടിങ്. നമ്മുടെ ഫസ്റ്റ് സെഷൻ ലെറ്റ്സ് ഡൈവ് ഇൻടു മീഡിയ ആണെന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു? പിന്നെ പറഞ്ഞു, പിന്നെ സാറിനെ വെൽക്കം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ. ഇതല്ലാതെ വേറെ എന്തെങ്കിലും കുറച്ചുകൂടി പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? സോഷ്യൽ മീഡിയനെ പറ്റിയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിട്ട് സാറിനെ വിളിക്കുന്നു പറഞ്ഞായിരുന്നു. സാറിന് വിളിക്കരുത്, ഷൈജു ഷൈജുനെ വിളിക്കുന്ന പറഞ്ഞായിരുന്നു. അപ്പം അതിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കണം ഒക്കെ പറഞ്ഞു. മനൂജ മൈത്രി ഇവിടെ വന്നിട്ട് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ, മീഡിയ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ മീഡിയയിൽ ഒരുപാട് തരത്തിലുള്ള വാർത്തകളുണ്ട് അല്ലേ? എന്താ പറഞ്ഞത്? മീഡിയ ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, പിന്നെ അല്ലേ മീഡിയയിൽ തന്നെ പലതുണ്ട്. അതിലെന്തുണ്ട്? ഒരുപാട് തരത്തിലുള്ള വാർത്തകളുണ്ട് അല്ലേ? ബിസിനസ് ന്യൂസ് ഉണ്ട്, സ്പോർട്സ് ന്യൂസ് ഉണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ തലയെ കയറ്റിയില്ലാന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ആദ്യം ഇവിടുന്ന് ഇനി അത് കയറണം അല്ലേ? ഒരു മീഡിയയിൽ വരുന്ന വാർത്തകൾ ഏതൊക്കെ തരത്തിലുള്ള വാർത്തകളാണ്? സാധാരണ വാർത്തകളുണ്ടാവും അല്ലേ? സാമൂഹിക വാർത്തകളുണ്ടാവും. ഫേക്കായിട്ട് എന്തായാലും ഉണ്ടാവും നമ്മുടെ മീഡിയയിലൊക്കെ. പിന്നെ സാംസ്കാരിക വാർത്തകളുണ്ടാവും, സ്പോർട്സ് വാർത്തകളുണ്ടാവും, വാണിജ്യ വാർത്തകളുണ്ടാവും. പിന്നെ എന്തൊക്കെ ഉണ്ടാവും? ഫൺ ആയിട്ടുള്ള വാർത്തകളുണ്ടാവും, എൻ്റർടൈൻമെൻറ്റ് ന്യൂസ് ഉണ്ടാവും അല്ലേ? ഇങ്ങനെ എല്ലാ ന്യൂസുകളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഇത് വായിക്കാൻ പറ്റുന്നുണ്ടല്ലായിരിക്കും, എന്താണ് മീഡിയ എന്ന് പറഞ്ഞ സംഭവം എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു അല്ലേ? എന്താണ്? ആശയവിനിമയത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ്. ആശയവിനിമയം എന്ന് പറഞ്ഞാൽ രണ്ടാൾ സംസാരിക്കുന്നതും ആശയവിനിമയമാണ്. ഒരാൾ പോയി ഒരു വാർത്ത എടുത്തു കൊണ്ടുവന്ന് അത് നന്നായി എഴുതി സത്യസന്ധമായി എഴുതി എന്ത് ചെയ്യണം? ഒരു മീഡിയയിലൂടെ ഒരുപാട് പേരെ അറിയിക്കുന്നത് ആണെന്ത്? മീഡിയ എന്ന് പറഞ്ഞ സംഭവം അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കത്തൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് എങ്കിലും ഇന്ന് മീഡിയ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? പത്രങ്ങൾ അല്ലേ? പിന്നെ ചാനൽ അല്ലേ? റേഡിയോ അല്ലേ? റേഡിയോ. പിന്നെന്താ? സോഷ്യൽ മീഡിയ അല്ലേ? ഇങ്ങനെ 4 or 5 തരത്തിലുള്ള വിവിധ തരത്തിലുള്ള മീഡിയകൾ ഇന്നുണ്ട്. ആ മീഡിയകളുടെ ഒരു കാര്യം എന്ത് ചെയ്യുക? കൃത്യമായി മറ്റ് ഒരുപാട് മേഖലയിലേക്ക് അറിയിക്കുക എന്നുള്ള സംഭവമാണ് പറഞ്ഞത്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരാളെ പറഞ്ഞു അല്ലേ? പത്രപ്രവർത്തകൻ. എങ്ങനെ ഈ പത്രപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? സത്യസന്ധത ഉള്ള ആളായിരിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം അല്ലേ? അപ്പോൾ അങ്ങനെ സത്യസന്ധരായ ഒരുപാട് മാധ്യമപ്രവർത്തകരൊക്കെ ഉണ്ട്, എന്നാൽ അതല്ലാത്തവരും ഉണ്ട്. പക്ഷേ ശരിയായ അർത്ഥത്തിൽ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ശരിയായ കാര്യങ്ങൾ എന്ത് ചെയ്യുക? പോയി കാണുക, അറിയുക, അന്വേഷിക്കുക, എന്ത് ചെയ്യുക? വിലയിരുത്തുക, റിപ്പോർട്ട് ചെയ്യുക അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് ഒരു ജേർണലിസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീഡിയ ഒരു ജനാധിപത്യത്തിൻ്റെ 4ാം തൂണാണെന്നാണ് പറയുന്നത്. ദ 4th estate
കേട്ടിട്ടുണ്ടോ അങ്ങനത്തെ ഒരു വാക്ക്? മീഡിയ ഫോർത്ത് എസ്റ്റേറ്റ് എന്നൊന്നും കേട്ടിട്ടില്ലേ? അപ്പം നമുക്ക് 3 എസ്റ്റേറ്റ് പ്രധാനമായിട്ടുണ്ട്. എന്താണെന്ന്? ലെജിസ്ലേറ്റീവ് അല്ലേ, പിന്നെ ജുഡീഷ്യറി. ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ എന്താ? കോടതി അല്ലേ. മൂന്നാമത്തത് എക്സിക്യൂട്ടീവ്. ഈ 3 സംവിധാനവും അതായത് തകരും, അല്ലെങ്കിൽ ഈ 3 സംവിധാനത്തിനും താളം തെറ്റുമ്പോൾ അതിനെ നല്ല വഴിക്ക് നടത്തേണ്ട ഒരു എന്താണ് ഒരു സമ്പ്രദായമാണെന്ത്, സങ്കേതമാണെന്ത്? മീഡിയ. അപ്പോൾ അതൊക്കെ അതുപോലെ നടക്കുന്നുണ്ടോ എന്നൊന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഒരു ഒരു മാധ്യമ പ്രവർത്തകൻ എങ്ങനെയാവണം എന്നുള്ളതിൻ്റെ ഒരു കഥ, ഒരു ഉദാഹരണമാണ് ഞാനിവിടെ പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേര് ഹരീഷ് ദുർവെ എന്നാണ്. ഇയാൾ ജേർണലിസ്റ്റ് ആണോ? അല്ല. അതായത് ഒരു ജേർണലിസ്റ്റിനെ, ഒരു നല്ല ജേർണലിസ്റ്റ് എങ്ങനെയായിരിക്കണം എന്ന് ഉദാഹരണം പറയണമെങ്കിൽ നമ്മൾ കാണിക്കേണ്ട ആരെയാ? ഒരു നല്ല ജേർണലിസ്റ്റിനെയാണ്. പക്ഷെ നല്ല ജേർണലിസ്റ്റുകളുണ്ട്, അതിലേക്ക് ഞാൻ വരാം. പക്ഷെ നമ്മളെന്നാലും ഏറ്റവും ഒരു പത്രപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായി പറയുന്ന ഒരാൾ ഹരീഷ് ദുർവെ എന്ന് പറഞ്ഞാണ്. ഇങ്ങനെ ഇത് പറഞ്ഞൊരാൾ കേരളത്തിലെ ഒരു സത്യസന്ധനായ ഒരു മാധ്യമപ്രവർത്തകനാണ്. പിന്നെ ഞാനൊരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ഇവിടെ നമ്മൾ ചിലപ്പോൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? പത്രങ്ങൾ, ഒരു പത്രം, പ്രമുഖ മാധ്യമ പ്രവർത്തകൻ എന്നൊക്കെ പറയും അല്ലേ? അങ്ങനെ പറയരുതെന്നാണ് എല്ലാവരും പറയുക. പക്ഷേ നമ്മുടെ ഉദ്ദേശം ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും മാധ്യമങ്ങളെ അപകീർത്തിപ്പെടുത്താനോ മാധ്യമപ്രവർത്തകരെ അപകീർത്തിപ്പെടുത്താനോ ഒന്നും അല്ല അല്ലേ? മീഡിയയിലുള്ള ദുഷ്പ്രവണതകളെ അപലപിക്കുക മാത്രമാണ് നമ്മുടെ ഉദ്ദേശം അല്ലേ? അങ്ങനെ ആവുന്നതിൽ നമുക്ക് സങ്കടമുണ്ട് എന്ന് പറയാൻ മാത്രമാണ് നമ്മൾ ഈ വേദി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു പ്രമുഖ പത്രം, അങ്ങനെ തന്നെ ഞാൻ പറയാം, മലയാളത്തിലെ ഒരു പ്രമുഖ പത്രത്തിലെ ജയചന്ദ്രൻ എന്ന പേരായ ഒരു ജേർണലിസ്റ്റാണ് ഈ ഒരു ഉദാഹരണം ആദ്യമായിട്ട് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാസ്തവം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലാണത് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭോപ്പാൽ ദുരന്തം കേട്ടിട്ടുണ്ടോ? യൂണിയൻ കാർബൈഡിൻ്റെ ഒരു അല്ലേ, ഒരു ഈ പറഞ്ഞ പോലെ പെപ്റ്റിസൈഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു വലിയ ഫാക്ടറി ഇന്ത്യയിലുണ്ടായിരുന്നു, ഭോപ്പാലിൽ. അവിടെ അന്ന് ലീക്കേജ് ആയിട്ട് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു. ഈ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ പൊല്യൂട്ടഡ് ആയതിനെ തുടർന്ന് ഒരുപാട് ആളുകൾ മരിച്ചു. ആ ഭോപ്പാൽ ദുരന്തം നടക്കുമ്പോൾ ഭോപ്പാൽ സ്റ്റേഷനിലെ സ്റ്റേഷൻ സൂപ്രണ്ടായിരുന്നു ഈ പറയുന്ന ഹരീഷ് ദുർവെ എന്ന് പറഞ്ഞ ആൾ. ഇദ്ദേഹം ആദ്യം ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ എയർ പൊല്യൂട്ടഡ് ആയ ആളുകൾ മരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഫോൺ എടുത്ത് അയാളുടെ 2 ദിശയിലുള്ള സ്റ്റേഷനിലേക്കും കോൾ ചെയ്തുകൊണ്ടേയിരുന്നു. എന്ത്? ആയിരക്കണക്കിന് ആളുകളായിട്ട് വരുന്ന ട്രെയിൻ ഉണ്ട് അല്ലേ? ആ ട്രെയിന് ഭോപ്പാലിലെത്തിയാൽ ഈ 2 ട്രെയിനിലും വരുന്ന ആരൊക്കെ മരിക്കും? ജനങ്ങളെല്ലാം മരിക്കും. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഈ സ്റ്റേഷൻ ഓഫീസിലിരുന്നിട്ട് ഓരോ സ്റ്റേഷനിലും വിളിച്ചിട്ട് ട്രെയിനുകളെ റീറൂട്ട് ചെയ്തു, ട്രെയിനുകളെ തടഞ്ഞു നിർത്തി, റീറൂട്ട് ചെയ്തു, ഒക്കെ വിട്ടു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അയാളുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പിറ്റേ ദിവസം രക്ഷാപ്രവർത്തകർ വന്നപ്പോൾ കസേരയിൽ റിസീവർ ചെവിയിൽ പിടിച്ച് ഇരുന്നും മരിച്ചിരിക്കുന്ന ഹരീഷ് ദുർവെയാണ് രക്ഷാപ്രവർത്തകർ കാണുന്നത്. അതായത് തൻ്റെ ജീവിതം പോയാലും ജനങ്ങളുടെ ജീവിതം രക്ഷിക്കണമെന്ന് തീരുമാനിച്ച, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദൃഢനിശ്ചയം എടുത്ത ഇദ്ദേഹത്തെ പോലുള്ള ആളുകളായിരിക്കണം ഒരു മാധ്യമപ്രവർത്തകൻ്റെ മോഡൽ അല്ലേ, മാതൃക. അപ്പോൾ എന്താണപ്പോൾ ജേർണലിസ്റ്റിൻ്റെ ധർമ്മം? എന്താ? സമൂഹത്തിനും ജനങ്ങൾക്കും രാജ്യത്തിനും അല്ലേ, സർവോപരി എല്ലാത്തിനും വേണ്ടി സ്വന്തം ജീവൻ പോയാലും കൃത്യമായി കൃത്യനിർവഹണം നടത്തേണ്ട ആളാണ് ജേർണലിസ്റ്റ്. അപ്പോൾ അങ്ങനെയൊക്കെ ആണോ എന്നുള്ള കാര്യം നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യമാണ്, ഇന്നിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, മാധ്യമപ്രവർത്തകരുടെ കാര്യങ്ങളൊക്കെ പറയാണ് ഇന്ന്. അതായത് ഓരോ 4 ദിവസത്തിലും ഒരു മാധ്യമപ്രവർത്തകൻ ലോകത്ത് മരിക്കുന്നു എന്നാണ് കണക്ക്. വെറുതെ മരിക്കുകയാണോ? പനി പിടിച്ച് മരിക്കുകയാണോ? അല്ല. എന്താ? കൊല്ലുകയാണ്. എന്തിനാ കൊല്ലുന്നത്? സത്യസന്ധത കാരണം അല്ലേ? അതായത് സത്യസന്ധമായി വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ 4 ദിവസത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെടുന്നു. രണ്ടാമത്തെ എന്താ പറയുന്നത്? 4 ദിവസത്തിൽ ഒരാൾക്ക് ലോകത്ത് ജോലി നഷ്ടപ്പെടുന്നു. മാധ്യമപ്രവർത്തനം ഒക്കെ സാമൂഹ്യ പ്രവർത്തനമൊക്കെ തന്നെയാണ് അല്ലേ?
പക്ഷെ അതെന്താണ്, ജോലിയും കൂടിയാണ് അല്ലേ, കുടുംബം പോറ്റണ്ടേ. അപ്പോൾ അങ്ങനെ വരുന്ന ഇന്ന് ഏറ്റവും കൂടുതൽ മീഡിയ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങൾ, ഒന്ന് അതിഭീകരമായി കൊല്ലപ്പെടുന്നു, അതിഭീകരമായി എക്സ്പെൽഡ് ആവുന്നു അല്ലേ, അതാണ് മീഡിയകളിൽ നിന്ന് പുറത്തു പോകുന്നു, ജോലി നഷ്ടപ്പെടുന്നു. ആ മാധ്യമ പ്രവർത്തകരിൽ നിന്ന് നമ്മൾ എത്രത്തോളം സത്യം പ്രതീക്ഷിക്കണം? എല്ലാവർക്കും പറ്റുമോ? അങ്ങനെ പറ്റുമോ? എല്ലാവർക്കും ജീവൻ കളഞ്ഞ് പണിയെടുക്കാൻ പറ്റുമോ? ഇല്ല. പണിയെടുത്തത് എന്ത് പറ്റും? ഇത് പറ്റും. 1668 ആളുകളാണ് 2003 മുതൽ 2022 വരെ 20 വർഷത്തിനുള്ളിൽ കൊല്ലപ്പെട്ടത് ലോകത്താകെ. അത് നമ്മുടെ ഇന്ത്യയിലുണ്ട്, ഇന്ത്യയിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ അങ്ങനെ 1-2 പേരാണ് മിസ്സിങ് ആയിട്ടുള്ളത്. അത് കൊല്ലപ്പെട്ടതാണോ എന്ന് അറിയില്ല, ഇതുവരെ തെളിയിക്കപ്പെടാത്തതുകൊണ്ടോ ഞാനത് പറയുന്നില്ല. മീഡിയ പറയുന്നതാണ് സത്യം, ആണോ? എപ്പോഴൊക്കെയാണ് മീഡിയ പറയുന്നത് സത്യമാവുന്നത്? എങ്ങനെയാണ് റിസർച്ച് ചെയ്യുക? നമുക്കൊരു വാർത്ത കിട്ടുന്നു. ഇപ്പൊ ഇതിൽ ഞാൻ പറയാം, ഞാനൊരു വാർത്ത വായിക്കാം. പ്രിയ മേരി KP നമ്പൂതിരീസ് ദാഹമുക്തി എന്നാണ് വാർത്ത. ആ വാർത്തയിൽ പറയുന്നത് എങ്ങനെയാണ്? KP നമ്പൂതിരീസ് ദാഹമുക്തിക്ക് വിപണിയിൽ പ്രിയമേറുന്നു. ആര് പറയുന്നു? ന്യൂസ് പേപ്പർ പറയാണത് അല്ലേ. ന്യൂസ് പേപ്പറിൽ വാർത്ത പോലെ വന്ന ഒരു സാധനമാണ്. പക്ഷെ ഇത് വാർത്തയാണോ? എന്നിട്ട് അതിൽ പറയുന്ന വേറെ കുറച്ചുകൂടി കാര്യമുണ്ട്. എന്താ? ദാഹശമനത്തോടൊപ്പം ഉന്മേഷവും ആരോഗ്യവും പ്രദാനം ചെയ്യുന്ന ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇഞ്ചിയും മേലവും രുചിക്കൂട്ടുകളും ദഹന പ്രക്രിയയെ സഹായിക്കുകയും ചെയ്യുന്നു. അതിന് വല്ല എവിഡൻസ് ഉണ്ടോ? ഇല്ല. പിന്നെ പറയുന്നത് എന്താ? ദാഹമുക്തിയിലെ ചേരുവകൾ ശരീര താപനില നിയന്ത്രിച്ച് വേനൽക്കാലത്ത് ഉന്മേഷവും സൗഖ്യവും നൽകാൻ സഹായിക്കുന്നു. ശരിയാണോ? അല്ല. എവിഡൻസ് ഇല്ല. അപ്പോൾ ആദ്യം നമ്മൾ മീഡിയ പറയുന്നത് സത്യമാണോ എന്ന് അറിയണമെങ്കിൽ ആ വാർത്ത വായിച്ചിട്ട് അതിൽ എവിഡൻസ് ഉണ്ടോ എന്ന് നോക്കണം. എവിഡൻസ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് അത് വാർത്തയാവുന്നത്. അല്ലാത്തത് എന്താണ്? ഫേക്ക് ന്യൂസ് ആവും അല്ലേ? ഫേക്ക് ന്യൂസ് ആവും, അല്ലെങ്കിൽ പെയ്ഡ് ന്യൂസ് ആവും. ഇതെന്ത് ന്യൂസാണ്? പെയ്ഡ് ന്യൂസ് അല്ലേ? അതായത് KP നമ്പൂതിരീസിൻ്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്തു? അവർ കാശ് കൊടുത്ത് ഇങ്ങനൊരു വാർത്ത ആ പത്രത്തിൽ ഇട്ടതാ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് മീഡിയ പറയുന്നത് സത്യമാവുന്നതിൻ്റെ 1-2 ഉദാഹരണങ്ങൾ കൂടി ഞാൻ പറയാം. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു പ്രമുഖ പത്രത്തിൽ വന്ന വാർത്തയാണെന്ത്? അതായത് ഒരു പ്രദേശത്ത്, ഇന്ന പ്രദേശത്ത്, ഒരു നമ്മൾ പറയാം X എന്ന പ്രദേശത്ത് കറി പൗഡറുകളിൽ വ്യാപകമായി മാലിന്യം കണ്ടെത്തി, മാലിന്യമുള്ളതായി പരാതി. പിന്നെന്താ പറയുന്നത്? അടുത്ത ഒരു വാർത്തയിലെ 2ാമത്തെ സെൻറ്റൻസ് എന്താ? ഇത്തരം കറി പൗഡറുകൾ ഉപയോഗിച്ച് ഒരുപാട് പേർക്ക് ദേഹാസ്വാസ്ഥ്യമുള്ളതായി നാട്ടുകാർ പരാതിപ്പെടുന്നു. 3ാമത്തെ കാര്യം എന്താ? കുടുംബശ്രീ പോലുള്ള സംഘങ്ങൾ വഴിയാണ് ഇത്തരം സംഭവങ്ങൾ വിതരണം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കുറേ സാഹിത്യം ആ വാർത്തയിൽ ഇങ്ങനെ ഉണ്ട്. ഇത് നിങ്ങൾ വിശ്വസിക്കുമോ? എന്തുകൊണ്ടാണ് വിശ്വസിക്കാത്തത്? അതിൽ എവിഡൻസ് വേണം. ഒരു പ്രദേശത്ത് വ്യാജമായ കറി പൗഡർ വിതരണം ചെയ്യണമെങ്കിൽ അതിൽ ആദ്യം എങ്ങനെ വേണം? വിതരണം ചെയ്യുന്നു എന്ന് ആര് പറയണം? ഭക്ഷ്യസുരക്ഷ അവിടുത്തെ ഉദ്യോഗസ്ഥൻ പറയണം. എങ്ങനെ പറയണം? ഉദ്യോഗസ്ഥൻ പറഞ്ഞുകൊണ്ട് അത് ശരിയാവോ? ഇല്ല. ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യണം? ഇത് പരിശോധിച്ച് ഇന്ന ലാബിൽ പരിശോധിച്ച് റിപ്പോർട്ട് കിട്ടിയതായും ആ റിപ്പോർട്ടിനനുസരിച്ച് നടപടി എടുത്തതായിട്ടും ആര് പറയണം? ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്ന്. അതുപോലെ കൃത്യമായ എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളൊരു വാർത്ത വിശ്വസിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഇറങ്ങുന്ന പത്രങ്ങളിലെ വാർത്ത എത്ര ശതമാനം വിശ്വസിക്കാം? ഒരു 25% വിശ്വസിക്കാം അല്ലേ? ബാക്കി 75% എന്താണ്? ഒന്നുകിൽ ഫേക്ക് ന്യൂസ്, അല്ലെങ്കിൽ എന്താണ്? ഹാഫ് ഫേക്ക് ന്യൂസ് അല്ലേ? അർദ്ധ സത്യങ്ങളായിരിക്കും, ചിലപ്പോൾ സത്യങ്ങളായിരിക്കും, ചിലപ്പോൾ നുണകളായിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഈ വ്യാജ വാർത്ത വരുന്നതെന്ന്? ഒരു ഉദ്യോഗസ്ഥൻ തന്നെ കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞില്ലേ?
അപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ ഗ്രാമത്തിൽ ആ ഉദ്യോഗസ്ഥൻ ഈ വാർത്ത പറയാനായിട്ട് മടിക്കുന്നു, അയാൾക്ക് പറയാൻ താല്പര്യമില്ല എന്ന് പറയുന്നു. ആ ചില കാരണം കൊണ്ട് ഇയാൾക്ക് പറയാൻ താല്പര്യമില്ല എന്ന് പറയുന്നു ഉദ്യോഗസ്ഥന്. അപ്പൊ നാട്ടുകാരെന്നെ തീരുമാനം എടുക്കുന്നു, ഞങ്ങൾ തന്നെ മീഡിയക്ക് കൊടുക്കുന്ന ന്യൂസ് കൊടുത്ത് ഞങ്ങൾ തന്നെ പറയുന്നു പറഞ്ഞ് അവര് പറഞ്ഞ അപ്പൊ അത് സത്യമാണ് നമ്മൾ വിശ്വസിക്കില്ലേ? കാരണം ആ ജനങ്ങളുടെ ഒരു സ്ട്രെങ്ത് അല്ലേ. നല്ല ചോദ്യമാണ്, നല്ല ചോദ്യം. അതായത് ഒരു പ്രദേശത്ത് ഒരു വ്യാജമായ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ടെന്ന് അറിയിപ്പ് കിട്ടിയാൽ അല്ലെങ്കിൽ നാട്ടുകാർ പരാതിപ്പെട്ടാൽ ആ പ്രദേശത്തെ ഭക്ഷ്യസുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യണം? അതെന്ത് ചെയ്യണം? സ്വീകരിച്ച് അതിനുള്ള നടപടി എടുക്കണം. അയാൾ അത് എടുക്കാതിരുന്നാൽ പിന്നെ ഉള്ള അടുത്ത വഴിയാണെന്ത്? ഞങ്ങളിത് മാധ്യമങ്ങളെ കൊണ്ട് പറയിപ്പിച്ച് ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ളത്. ഇതിൽ 2 പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഈ ഉദ്യോഗസ്ഥൻ ഒരു പക്ഷേ മനഃപൂർവ്വം ഇത്തരത്തിലുള്ള കറി പൗഡറിൻ്റെ കമ്പനികളോട് എന്തെങ്കിലും അടുപ്പുള്ളവരോ അല്ലെങ്കിൽ അയാൾക്ക് അയാളുടെ ജോലിയുമായി ബന്ധപ്പെട്ട പേടിയുള്ളവരോ ഒക്കെ ആയിരിക്കും അല്ലേ? അതിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യാതിരിക്കുമ്പോൾ അപ്പോൾ അതാണ് ഈ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ 4 എസ്റ്റേറ്റ് പറഞ്ഞിരുന്നു. എന്തൊക്കെ ഓർമ്മ ഉണ്ടോ? ആ അപ്പൊ ഈ ഉദ്യോഗസ്ഥൻ ഏതിലാ വരിക? എക്സിക്യൂട്ടീവിലാ വരിക അല്ലേ? അപ്പൊ ആ എക്സിക്യൂട്ടീവിലുള്ള ഉദ്യോഗസ്ഥന്റെ പ്രശ്നം പരിഹരിക്കാൻ ഒരു മീഡിയയിൽ നല്ല വാർത്ത കൊടുക്കാം. എങ്ങനെ കൊടുക്കാം? ഇതേപോലെ നമുക്കിന്ന് അതിനുള്ള മാർഗങ്ങളുണ്ട്. എന്താണ്? ഒരു സാമ്പിൾ എടുത്താൽ, ഒരു കറി പൗഡറിന്റെ സാമ്പിൾ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെ നേരിട്ട് ഗവൺമെന്റ് സംവിധാനം വഴി തന്നെ പരിശോധിച്ച് റിസൾട്ടും റിപ്പോർട്ടും കിട്ടാനുള്ള സംവിധാനം ഉണ്ട്. അപ്പൊ ആ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അതിന് മുകളിൽ ഉദ്യോഗസ്ഥന്മാരില്ലേ അല്ലേ? ഓരോ താലൂക്കിലുണ്ട്, ജില്ലയിലുണ്ട്, ജില്ലയ്ക്ക് അപ്പുറത്തുണ്ട് അല്ലേ, സംസ്ഥാനത്തുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പം പരമാവധി ചെയ്യേണ്ട കാര്യം അതായത് എവിഡൻസ് അനുസരിച്ച് വാർത്ത കൊടുക്കുകയാണ് മാധ്യമധർമ്മം എന്ന് പറയുന്നത്. പക്ഷേ ജനങ്ങളുടെ വാക്കും കേട്ടതുപോലെ കൊടുത്താൽ ആ വാർത്ത അസത്യമാവാനുള്ള സാധ്യത എത്ര ശതമാനമാണ്? 50% അല്ലേ? 50% ശരിയും 50% തെറ്റുമാവും അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞ അതിൽ. അപ്പോൾ ഈ മീഡിയ പറയുന്ന സത്യങ്ങൾ അല്ലെങ്കിൽ മീഡിയ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, മീഡിയ ഈ സത്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരുപാട് ആളുകളെ ബാധിക്കുന്നുണ്ട് അല്ലേ? വലിയ ഉന്നതങ്ങളിലിരിക്കുന്ന ആളുകൾക്ക് ബാധിക്കുന്നുണ്ട്, സാധാരണക്കാർക്ക് ബാധിക്കുന്നുണ്ട്, നിങ്ങൾ കുട്ടികൾക്ക് ബാധിക്കുന്നുണ്ട് അല്ലേ? കുട്ടികൾക്ക് എങ്ങനെയാണ് ബാധിക്കുക? നിങ്ങൾ എങ്ങനെയും ബാധിച്ചിട്ടുണ്ടോ? മീഡിയ ഒരു വാർത്ത കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ലേ? എന്താ അതായത് കുട്ടികളെ കിഡ്നാപ്പ് ചെയ്ത് കൊല്ലുകയൊക്കെ ചെയ്യുന്നു അല്ലെ? അതൊക്കെ ചെയ്യുന്നു. പക്ഷെ അത് മീഡിയ അത് റിപ്പോർട്ട് ചെയ്യണം അല്ലേ? മീഡിയ റിപ്പോർട്ട് ചെയ്താലേ എന്ത് ചെയ്യുള്ളൂ? അതിനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ഞാൻ അതല്ലേ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാർത്ത കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? അതെന്താ? ഒരു ദിവസം ഞാൻ 24 ന്യൂസ് കണ്ടപ്പോൾ ഇതിനകത്ത് മുരാരി കൂട്ടക്കൊല എന്ന് പറഞ്ഞ എന്തോ സംഭവമുണ്ട്. അത് കാരണം എനിക്ക് കുറെ അസ്വസ്ഥതകൾ ഉണ്ടായി അല്ലേ? അത് മീഡിയ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഏതെങ്കിലും തരത്തിൽ വാർത്തകൾ ഉണ്ടാകുന്ന സമയത്ത് അതായത് ഇത്തരത്തിലുള്ള വിഷ്വലുകളൊന്നും പുറത്തു വിടരുത് എന്നാണ്. ഒരു കുട്ടി ഇത് കാണുമ്പോൾ എന്ത് ചെയ്യുന്നു? ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുന്നു അല്ല? അത്തരം വീഡിയോസ് ഒന്നും കുട്ടികളെ കാണിക്കരുത്. അപ്പോൾ ഈ ചാനലുകൾ ഇപ്പോൾ 24 ആണെങ്കിൽ എല്ലാ ചാനലുകളൊക്കെ പറയുന്ന ഒരു കാര്യം, ഈ വിഷ്വൽ കുട്ടികളെ കാണിക്കാതെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുൻകരുതലോടെയാണ് സാധാരണ വരാറ്. ഒരു പക്ഷേ അന്ന് അങ്ങനെ വന്നിട്ടുണ്ടാവില്ല, എന്നാലും ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ പറഞ്ഞത് അതല്ല, കുട്ടികളെ ബാധിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഏറ്റവും കഴിഞ്ഞ അടുത്ത കാലത്തായിട്ട് ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? എന്താ അങ്ങനെ പറഞ്ഞാൽ? ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ യൂണിഫോം ഇടുക അല്ലേ? അതല്ലേ? ഒരേ യൂണിഫോം ഇടുക. അതിനെ എല്ലാ മീഡിയയും അനുകൂലിച്ചോ? ഇല്ല. ഇവിടെ കുറേ മീഡിയകളുണ്ട്. എന്താണ്? നിഷ്പക്ഷം, പിന്നെ പക്ഷം, പാർട്ടി പത്രങ്ങൾ അല്ലേ, ജാതി പത്രങ്ങൾ, മതപത്രങ്ങൾ, ഇതെല്ലാം നമുക്കുണ്ടെന്ന് അല്ലേ? അതൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാം? ഏതൊക്കെ പത്രങ്ങളാന്നൊക്കെ? ഓരോ പത്രങ്ങൾക്കുള്ള ഓരോ പൊളിറ്റിക്സും ഉണ്ട് അല്ലേ? നിഷ്പക്ഷ പത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന പത്രങ്ങളുണ്ട്, പാർട്ടി പത്രങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന പത്രങ്ങളുണ്ട്, പിന്നെ എന്തുണ്ട്? ജാതികൾക്ക് വേണ്ടി പത്രമുണ്ട്, മതത്തിന് പത്രമുണ്ട്, മതത്തിലെ വിഭാഗങ്ങൾക്ക് വേണ്ടി വേറെയൊക്കെ പത്രമുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്കും പത്രം ഉണ്ടാകുമ്പോൾ എന്താണ് ഈ വാർത്തയ്ക്ക് സംഭവിക്കുക? ബയാസ്ഡ് ആവും അല്ലേ? അങ്ങനെ ആവില്ലേ? അപ്പോൾ ബയാസ്ഡ് ആവുന്നതുകൊണ്ട് തന്നെ
മീഡിയ പറയുന്നത് എപ്പോഴും സത്യം ആവില്ല. മീഡിയ പറയുന്ന സത്യം തേടലാണ് നിങ്ങൾ ഓരോ വായനക്കാരൻ്റെയും ലക്ഷ്യം എന്ന് പറയാം. ഇനി അടുത്തായിട്ട് യെല്ലോ ജേർണലിസം കേട്ടിട്ടുണ്ടോ? മഞ്ഞപ്പത്രം അല്ലേ? മഞ്ഞപ്പത്രം കേട്ടിട്ടുണ്ട്. എന്താണ് ഈ മഞ്ഞപ്പത്ര സംസ്കാരം എന്ന് പറഞ്ഞാൽ അറിയോ? അറിയില്ല? മഞ്ഞ കളറുള്ള പത്രമാണോ? പിന്നെ യെല്ലോ ജേർണലിസം എന്ന് പറഞ്ഞാൽ സെൻസേഷണലിസം ഉണ്ടാക്കുന്ന വാർത്തകൾ അല്ലേ? അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം. അതായത് വാർത്തകളിൽ ആളുകൾ വായിക്കാൻ വേണ്ടി അല്ലേ, ആളുകളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി അസത്യങ്ങളും അർദ്ധസത്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് കൂടുതൽ ആളുകളെ വായിപ്പിക്കാൻ വേണ്ടി, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ റിപ്പോർട്ട് ചെയ്ത വാർത്ത അല്ല, ക്രിയേറ്റ് ചെയ്ത വാർത്ത അല്ലേ? ക്രിയേറ്റ് ചെയ്ത വാർത്തയാണ് ഈ യെല്ലോ ജേർണലിസം എന്ന് പറയുന്നതും അല്ലെങ്കിൽ മഞ്ഞപ്പത്രങ്ങളിൽ വരുന്ന മഞ്ഞ വാർത്തകൾ എന്ന് പറയുന്നത് അതാണ്. അത് ആദ്യമായിട്ട് തുടങ്ങുന്നത് 19-ാം നൂറ്റാണ്ടിൽ തുടങ്ങുന്നതാണ്. ഇന്നൊന്നലെ തുടങ്ങിയൊന്നുമല്ല, 19-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയതാണ്. അമേരിക്കയിലെ 2 പത്രങ്ങൾ, ദ വേൾഡ് എന്ന് പറഞ്ഞൊരു പത്രവും അതുപോലെ തന്നെ പിന്നെ ജേണൽ എന്ന് പറഞ്ഞ 2 പത്രം. ദ വേൾഡ് എന്ന പത്രത്തിൻ്റെ എഡിറ്റർ ജോസഫ് പുലിറ്റ്സർ. നിങ്ങൾ പുലിറ്റ്സർ എന്ന് കേട്ടിട്ടുണ്ടോ? ഇന്ന് മികച്ച മാധ്യമ പ്രവർത്തകർക്കൊക്കെ ഉള്ള അവാർഡ് എടുക്കുന്ന ലോകത്തിലെ തന്നെ അവാർഡുകളിലൊന്നാണ് ഈ പുലിറ്റ്സർ പുരസ്കാരം, മീഡിയ അവാർഡാണ്. അദ്ദേഹവും അതിനടിയിൽ പറഞ്ഞ വില്യം റാൻഡൽ ഹേഴ്സ്റ്റും കൂടി തമ്മിലുള്ള മത്സരത്തിൻ്റെ ഭാഗമായിട്ട് അമേരിക്കയിലുണ്ടായ ആ മത്സരത്തിൻ്റെ പേരിൽ, അതായത് ആദ്യത്തെ പുലിറ്റ്സർ എന്ത് ചെയ്തു, അയാളുടെ പത്രത്തിൽ നല്ല വാർത്തകളൊക്കെ കൊണ്ടുവന്ന് പുതിയ വെറൈറ്റിക്ക് കൊണ്ടുവന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു, മറ്റേ പത്രത്തിന് സർക്കുലേഷൻ കുറഞ്ഞു. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, അയാൾ സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടി വേറെ കുറേ ഇല്ലാത്ത വാർത്തകളും അതുപോലെ എന്താണ് ഈ മസാല വാർത്തകളൊക്കെ ചേർത്ത് വേറെ വാർത്ത ഉണ്ടാക്കി ഇവരോട് കോമ്പീറ്റ് ചെയ്തു. അങ്ങനെ ഇവർ 2 പേരും കൂടി എന്ത് ചെയ്തു, ഇതിനു വേണ്ടി കോമ്പീറ്റ് ചെയ്തതോടുകൂടി ഈ 2 പത്രത്തിൻ്റെയും ക്വാളിറ്റി കുറഞ്ഞിട്ട് എന്തായി, മഞ്ഞപ്പത്രത്തിൻ്റെ നിലവാരത്തിലേക്ക് ഒരു തരം താഴ്ന്ന ഒരു സംഭവമാണ്. അത് 19-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലാണ് ആദ്യമായി കണ്ടത്. എങ്ങനെയാണ് നമ്മൾ ഫേക്ക് ന്യൂസിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ഞാൻ നേരത്തെ ചെറുതായിട്ട് പറഞ്ഞു അല്ലേ? എങ്ങനെയാണ് രക്ഷപ്പെടുക? വാർത്തകളിൽ എവിഡൻസ് നോക്കുക, അതാണ് മാത്രം രക്ഷ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഫേസ്ബുക്കിലൊക്കെ വാർത്തകൾ വരും അല്ലേ? ഫേസ്ബുക്കിൽ വാട്സാപ്പിലൊക്കെ വരും അല്ലേ? വാട്സാപ്പിൽ വന്നിട്ട് വാർത്ത ഫേസ്ബുക്കിലുണ്ട്, പിന്നെ വാട്സാപ്പിലൂടെ ഗ്രൂപ്പുകളിലൂടെ ഒക്കെ വരും അല്ലേ? അപ്പം അത് നോക്കി എങ്ങനെ രക്ഷപ്പെടുക? വായിക്കാതെ വിട്ടാൽ രക്ഷപ്പെടുമോ? വായിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, അത് എങ്ങനെയാണ് ആ വാർത്ത തെറ്റ് എന്ന് എന്ത് ചെയ്യണം, നമ്മൾ കണ്ടെത്തണം അല്ലേ? കണ്ടെത്തണ്ടേ? അത് കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, രക്ഷ നേടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വാട്സാപ്പിൽ വരുന്ന ഒക്കെ തെറ്റായ ന്യൂസാണ്, നമുക്ക് തള്ളിക്കളയാം എന്ന് പറയാൻ പറ്റുമോ? യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് അല്ലേ? യൂട്യൂബിൽ അല്ലേ? ഒരുപാട് സയൻസ് പറയുന്ന ആളുകളുണ്ട്, സ്യൂഡോ സയൻസ് പറയുന്നവരുണ്ട്, ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്സ് പറയുന്നവരുണ്ട് അല്ലേ? അതുപോലെ പ്രേത കഥകൾ പറയുന്നവരുണ്ട്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കാണണം, അതുപോലെ വിഴുങ്ങണോ? ആര് പറയുന്നു എന്നല്ല നോക്കേണ്ടത്, എന്താണ് പറയുന്നത്, അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക. ഇഷ്ടംപോലെ സമയമില്ലേ നിങ്ങൾക്ക് ഇനി ജീവിതത്തിൽ അല്ലേ? അപ്പം എന്ത് ചെയ്യുക, ഓരോന്നും കാണുമ്പോൾ കേൾക്കുമ്പോൾ അത് ശരിയാണോ എന്ന് എന്ത് ചെയ്യുക, അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ അന്വേഷിച്ചിട്ട് മാത്രമേ നമ്മുടെ തലയിലേക്ക് കയറ്റാവൂ വാർത്ത. അങ്ങനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫേക്ക് ന്യൂസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി ഫ്രീഡം ഓഫ് ദി പ്രസ് അല്ലേ? പത്രസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു സാധനമാണ് പത്രസ്വാതന്ത്ര്യം. എന്താണ് പത്രസ്വാതന്ത്ര്യം അറിയോ? നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 19 അതുപോലെ 19(1)(a) എന്നാണ് അതിൽ കൃത്യമായിട്ട് പറയുന്ന സാധനം. അതായത് മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. പത്രസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു സാധനം ഭരണഘടനാപരമായി ആർക്കില്ല, നമുക്ക് ഇല്ല. പകരം എന്താണ്, നിങ്ങൾക്കും ഗിരീഷിനും യാസിനും ഈ പറഞ്ഞ പോലെ മോളെ പേരെന്താ, ഐനികയ്ക്കും ഒക്കെ അല്ലേ, നോയലിനും ഒക്കെ ഉള്ള ഫ്രീഡം മാത്രമേ ആർക്കുള്ളൂ, മീഡിയയ്ക്കും ഉള്ളൂ അല്ലേ? അപ്പോൾ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 19(1)(a) അല്ലേ, ഈ ഒരു വകുപ്പ് വെച്ചാണ് എന്ത് ചെയ്യുന്നത്,
ഞങ്ങളെപ്പോലുള്ള പത്രക്കാരൊക്കെ വാർത്തകൾ കൊടുക്കുന്നത്. ഓരോ രാജ്യത്തും നമുക്ക് മാധ്യമപ്രവർത്തകർക്കും മാധ്യമങ്ങൾക്കുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു റാങ്കിങ് ആണ് ഈ കാണിക്കുന്നത്. 1-ാം സ്ഥാനം കണ്ടോ ആരാ? അല്ലേ, നോർവേ. 2-ാം സ്ഥാനം അയർലൻഡ് അല്ലേ. 3-ാം സ്ഥാനം ഡെൻമാർക്ക്. 4, 5, 6, 7, 8, 9-ാം സ്ഥാനം 10 തൈമൂർ അല്ലേ, അതിൽ കയറി കിടക്കണേ. ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 150. നല്ല പ്രവണതയാണോ? അല്ല, നമ്മൾ വളരെ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ നമ്മളെന്താണ് വളരെ പുറകിലാണ്. നമുക്കത്ര സ്വാതന്ത്ര്യമൊന്നും മീഡിയക്ക് കിട്ടുന്നില്ല. ഏറ്റവും മോശം ആരാ? നോർത്ത് കൊറിയ അല്ലേ. പിന്നെ കണ്ട അതിൽ പിന്നിലുള്ള ആ കണക്കാണ്, എല്ലാവരും നോക്കിക്കോളൂ ഓരോ സാധനങ്ങളും. ഇന്ത്യയിൽ ഫ്രീഡം ഓഫ് ദി പ്രസ് എന്ന് പറയുന്ന സാധനം എന്താണ്, വളരെ മോശമാണ് അല്ലേ, മോശമാണ്. അപ്പം നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്നില്ല. അപ്പം പ്രത്യേകിച്ച് എന്തില്ല, തീരെയില്ല. എന്തെങ്കിലും പറഞ്ഞാൽ എന്ത് ചെയ്യും, അപ്പം പിടിച്ച് അറസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ, സിദ്ദീഖ് കാപ്പൻ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒരു ജേർണലിസ്റ്റാണ്, പക്ഷെ പുള്ളിക്ക് വേറെയും കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു, നമുക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തെ ഇതേപോലെ കാലങ്ങളോളം എന്ത് ചെയ്തു, ജയിലിലിട്ടു. നമ്മൾ മീഡിയയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ. ഇനി നമ്മൾ മീഡിയയുടെ ഒരു ആദ്യത്തെ പത്രത്തിൻ്റെ പേര് അല്ലേ, ലോകത്തെ ആദ്യത്തെ ആക്ട ഡ്യോണ എന്നാണ് അതിൻ്റെ പേര് അല്ലേ. അതെവിടെ ആദ്യമായിട്ട് പിന്നെ റോമിലാണ് ആദ്യമായിട്ട് വന്നത്. ഇതാണ് ആദ്യത്തെ പത്രം. പിന്നെയുള്ളത് എന്താ, നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയാണ് അല്ലേ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രിൻറ്റിങ് പ്രസ് എവിടെയാണ്? ഗോവയിലാണ്. എന്താണ് ആദ്യമായിട്ട് അച്ചടിച്ച സംഭവത്തിൻ്റെ പേരെന്താ? ക്രിസ്ത്യൻ ലിറ്ററേച്ചറാണ്. എന്താണ്, വായിക്കാൻ പറ്റുന്നുണ്ടോ? ഡോക്ട്രിന ക്രിസ്റ്റ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ പത്രം അല്ലെങ്കിൽ അച്ചടി തുടങ്ങിയത് എന്തിനാണെന്നറിയോ? മതം പ്രചരിപ്പിക്കാനാണ്. വാർത്ത അറിയാനാണോ? അല്ല, മതം പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട്, അതായത് അച്ചടി യന്ത്രങ്ങൾ ഉപയോഗിച്ചത്. അത് ബേസിൽ മിഷൻ എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യൻ സംഘടന, ക്രിസ്തീയ സഭയായിരുന്നു ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇത് കൊണ്ടുവന്നത്. ഗോവയിൽ ഡോക്ട്രിന ക്രിസ്റ്റയാണ് ആദ്യമായി അച്ചടിച്ച പുസ്തകം. പിന്നെ തിരുനെൽവേലിയിലാണ് 1578 പുനിക്കൈ അല്ലേ, രണ്ടാമത്തെ പ്രിൻറ്റിങ് എന്തായിരുന്നു? പുനിക്കൈ. ആദ്യത്തത് ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടി പ്രസിദ്ധീകരണം ഏതാ? ഡോക്ട്രിന ക്രിസ്റ്റ. രണ്ടാമത്തത് ഡോക്ട്രിന ക്രിസ്റ്റ എവിടെയാ? ഗോവ. രണ്ടാമത്തത് എവിടെയാണ്? തിരുനെൽവേലി അല്ലേ. അതെന്താ, അതിൻ്റെ പേരെന്താ? പുനിക്കൈ. ഇന്ത്യയിൽ അല്ലേ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ന്യൂസ്, അതായത് പത്രം ഇറങ്ങുന്നത് കൽക്കട്ടയിലാണ്. അത് ഏത് വർഷമാണെന്നറിയാലോ? 1818 ആദ്യമായിട്ട് ഇറങ്ങിയ പത്രത്തിൻ്റെ പേരാണിത്. ദ കൽക്കട്ട ജേണൽ എന്നാണ് ആ പത്രത്തിൻ്റെ പേര് അല്ലേ. വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പറയാം. അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പത്രം ഇറങ്ങുന്നത് എവിടെ വെച്ചാൽ കൽക്കട്ട ജേണൽ. ഇന്ത്യക്കാരനാണോ തുടങ്ങിയത്? അല്ല, ഒരു ബ്രിട്ടീഷുകാരനാണ് തുടങ്ങിയത്. ആർക്ക് വേണ്ടിയാണ് തുടങ്ങിയത്? ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ആണ് തുടങ്ങിയത്. അതിൻ്റെ പേരാണിതാ കൽക്കട്ട ജേണൽ. ഇതിൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ വാർത്തയല്ലായിരുന്നു ഉദ്ദേശം, പ്രധാനമായിട്ട് പരസ്യങ്ങൾ മാത്രമായിരുന്നു ഇന്ത്യയിൽ ആദ്യം ഇറങ്ങിയ പത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പരസ്യങ്ങളും ഗോസിപ്പുകളും മറ്റുള്ള സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടുള്ള മീഡിയ, ഇന്ത്യയിലെ ആദ്യത്തെ മീഡിയയാണ് എന്ത്? ദ കൽക്കട്ട ജേണൽ. പിന്നെയാണ് ഹിക്കീസ് ബംഗാൾ ഗസറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അല്ലേ. ഇതെന്താണ്, ഇത് ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ ഇന്ത്യ. ബംഗാൾ ഗസറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ കൽക്കട്ട 1718. ഇറ്റ് ഈസ് ബംഗാൾ ഗസറ്റ് ഓർ ദ ഒറിജിനൽ കൽക്കട്ട ജനറൽ അഡ്വൈസർ. അതായത് ഇതാണ് പിന്നെയും കൂടി ആദ്യത്തത് ഫുള്ളി ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയായിരുന്നു. എങ്കിലും കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മീഡിയയുടെ രൂപത്തിലേക്കൊക്കെ വരുന്ന ന്യൂസ് പേപ്പർ എന്നുള്ള രീതിയിൽ ആദ്യത്തെ ന്യൂസ് പേപ്പറാണെന്ത്? ഈ ഹിക്കീസിൻ്റെ ബംഗാൾ ഗസറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? പത്രങ്ങളും അച്ചടി പ്രസിദ്ധീകരണങ്ങളും ആദ്യം എന്തിനു വന്നതാ? മതപ്രചാരണത്തിന് വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ ഈ മതപ്രചാരണത്തിന് വന്നപ്പോൾ നമ്മുടെ രാജാറാം മോഹൻ റോയിയെ കുറിച്ച് അറിയില്ലേ? സാമൂഹ്യ അല്ലേ പരിഷ്കർത്താവൊക്കെയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു പത്രം കൊണ്ടല്ല 3-4 പത്രങ്ങളോട് എന്ത് ചെയ്തു? മറ്റേ പത്രത്തിനൊക്കെ എതിരെ നിൽക്കാൻ തുടങ്ങി.
അല്ലേ? ഇന്ത്യക്കാരനായിട്ട് പുള്ളി ഏതൊക്കെ പത്രങ്ങളാണ് ചെയ്ത്? മിറാത്തുൽ അക്ബർ, അക്തർ കൗമുദി, ബ്രാഹ്മണിക്കൽ മാഗസിൻ, പിന്നെ ബ്രാഹ്മിൺ സേവാദി, അങ്ങനെ കുറേ ബ്രാഹ്മിൺസിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട്, അതായത് ക്രിസ്തീയ സഭകൾക്കെതിരായി, വേദങ്ങളെ വിമർശിച്ച ക്രിസ്തീയ സഭകൾക്കെതിരായി രാജാറാം മോഹൻ റായ് 5 or 6 പത്രങ്ങൾ ഇറക്കിക്കൊണ്ട് എന്ത് ചെയ്തു? ഇതേപോലെ ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു പത്രം തുടങ്ങി. ഇദ്ദേഹത്തെയാണ് എന്ത് പറയുന്നത്? ഫാദർ ഓഫ് ഇന്ത്യൻ ജേർണലിസം. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കേട്ടാൽ അപ്പോൾ ഓർക്കണം എന്ത്? ദ ഫാദർ ഓഫ് ഇന്ത്യൻ ജേർണലിസം ആരാ? രാജാറാം മോഹൻ റായ് ആണ്. പിന്നെ നമ്മുടെ കേരളത്തിലേക്ക് വരിക അല്ലേ? കേരളത്തിലെ ആദ്യത്തെ പത്രത്തിൻ്റെ പേരെന്താ? രാജ്യസമാചാരം. എന്താണ്? രാജ്യസമാചാരം. എവിടുന്നാണ് ഇറങ്ങുന്നേ? തലശ്ശേരിയിൽ നിന്നാണ്. കണ്ണൂർ തലശ്ശേരിയിൽ നിന്നാണ് ആദ്യത്തെ പത്രം ഇറങ്ങുന്നത് 1847. രണ്ടാമത്തത് പശ്ചിമോദയം എന്ന് പറഞ്ഞ പത്രമാണ്. അതും ഇറങ്ങുന്നത് എവിടുന്നാ? തലശ്ശേരി. എന്തിനാണ് ഈ തലശ്ശേരിയിൽ നിന്ന് മാത്രം ഇങ്ങനെ ആദ്യ പത്രം ഇറങ്ങുന്നത്? നമ്മുടെ ഗുണ്ടട്ടുണ്ടായിരുന്നത് തലശ്ശേരി ആയിരുന്നു അല്ലേ? അതുകൊണ്ടാണ് ആദ്യത്തെ പത്രങ്ങളൊക്കെ അവിടുന്ന് ഇറങ്ങിയിരുന്നത്. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ജ്ഞാന നിക്ഷേപം. അതായത് ഇന്ത്യയിലെ അച്ചടി അതായത് കേരളത്തിലെ നമ്മൾ ആദ്യമായിട്ട് അച്ചടി മറ്റു കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ളൊരു മീഡിയ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് എം ഗുണ്ടട്ട്. അപ്പോൾ അദ്ദേഹമാണ് ഇവിടെ ഈ അച്ചടി എന്നുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരികയും അത് ക്രിസ്തീയ പ്രചാരണത്തിനല്ലാതെ വാർത്തകൾക്ക് വേണ്ടി ഒക്കെ നമുക്ക് കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇയാളാണ്. അതുകൊണ്ടാണ് തലശ്ശേരിയിൽ ആയിരുന്നു പുള്ളിയുടെ കേന്ദ്രം. അതാണ് അവിടെ വരുന്നത്. പിന്നെന്താ? വിദ്യാ സംഗ്രഹ എന്നുള്ളതാണ് അടുത്തത്. പിന്നെ അടുത്തത് ഇതെങ്ങനെ ഓടിച്ച് പറയാം, നമുക്ക് അതിൻ്റെ പേര് അങ്ങനെയാണ്. സത്യനാഥ കാഹളം, പിന്നെന്താ? കേരളോപകാരി, നസ്രാണി ദീപിക. അത് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? നസ്രാണി ദീപിക ഇല്ല, ഇപ്പോൾ ദീപിക എന്നാണ് പേര്. അതായത് 1938 മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ദീപിക ആവുന്നത്. അതിനു മുമ്പ് അതിൻ്റെ പേര് നസ്രാണി ദീപിക എന്നാണ്. അത് 1887 തുടങ്ങിയ പത്രമാണ്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ എല്ലാവരും ഓർക്കുക, 1887 തുടങ്ങിയ പത്രം ഇന്നും നിലനിൽക്കുന്ന ഏക പത്രം ഏതാ? ദീപികയാണ്. നസ്രാണി ദീപിക അല്ല, ദീപിക അല്ലേ? ആദ്യത്തെ പേരാണ് നസ്രാണി ദീപിക, ഇന്നും നിൽക്കുന്ന പേരാണ് ദീപിക. അപ്പോൾ അത് ഇന്നും ഉണ്ട്, അച്ചടി നിർത്തിയിട്ടില്ല. പിന്നെ നിങ്ങൾക്കറിയാലോ നമ്മളിപ്പോൾ കണ്ട പത്രം അല്ലേ? ഏതാ? മലയാള മനോരമ അല്ലേ? മലയാള മനോരമ എന്നാ തുടങ്ങുന്നത്? 1890 അല്ലേ? 90 ആദ്യം ഒരു മാഗസിനായിട്ട് തുടങ്ങി. പിന്നെ ഫോർട്ട്നൈറ്റ്ലി ആയി. ഫോർട്ട്നൈറ്റ്ലി എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ദ്വൈവാരിക അല്ലേ? 2 ആഴ്ചയിൽ ഒരിക്കൽ. പിന്നെ ആഴ്ചയിലായി, പിന്നെ മാസം, പിന്നെ ഡെയിലി ആയി. ഇപ്പോൾ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന വായിക്കുന്ന പത്രങ്ങളിൽ ഒന്നാണ് മലയാള മനോരമ. അതാ കണ്ടോ? റീഡർഷിപ്പാണ് ഇന്ന് നമ്മുടെ പത്രങ്ങളിലെ റീഡർഷിപ്പാണ്. മലയാള മനോരമ എത്രയാ? 100 ലക്ഷം ആണ് അവരുടെ. ഏതാ? ABC എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട്? ABC കേട്ടിട്ടോ? ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ എന്നാണ് അതിൻ്റെ പേര് ഫുൾ. എന്താണ്? ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ അല്ലേ? ഓഡിറ്റ് ബ്യൂറോ സർക്കുലേഷൻ. അതായത് പത്രങ്ങളുടെ എത്ര കോപ്പി അച്ചടിക്കുന്നു എന്ന് കൃത്യമായി ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്ന ഏജൻസിയാണ് ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ. അപ്പോൾ അവർ പറയുന്ന കണക്കനുസരിച്ച് ഇംഗ്ലീഷിലെ ടോപ്പായിട്ടുള്ള 4 എന്തൊക്കെയാണ്? ദ ടൈംസ് ഓഫ് ഇന്ത്യ, രണ്ടാമത് ദ ഹിന്ദു, മൂന്നാമത് ദ എക്കണോമിക് ടൈംസ്, ദ ടെലഗ്രാഫ് അല്ലേ? നാലാമത്. മലയാളത്തിൽ വരികയാണെങ്കിൽ മനോരമ, മാതൃഭൂമി, ദേശാഭിമാനി 3-ാം സ്ഥാനമാണ് അല്ലേ? 4-ാം സ്ഥാനം നിങ്ങളടുത്തൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ എന്താ? മംഗളം അല്ലേ? മംഗളം 4-ാം സ്ഥാനം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഇതുവരെ പറഞ്ഞ് അപ്പോൾ ഇതൊക്കെയാണ് മീഡിയ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ക്യാമ്പ് വളരെ എൻജോയബിൾ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.